തോഴകം പാണ്ടിര തട്ടാര കേട്ടു കേട്ടു ദേവി എഴുന്നള്ളത്ത്. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു യാത്ര പോവുകയാണ്. ഇപ്പോൾ 7 മണിക്കാണ് കേട്ടോ ബസ്, അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊരു ബസ് വന്നിട്ടില്ല. സമയം ഇപ്പം 6:45 കണ്ടായി, 6:33 കേട്ടോ. ബസ് ഇതുവരെ വന്നിട്ടില്ല, ഒന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ് ഫൈനലി ബസ് വരെയാണെന്ന് തോന്നുന്നു. നമുക്ക് പോകാനുള്ള ബസ് ഇതാണ് കേട്ടോ. ഇപ്പോൾ വരും, പോകുന്ന സ്റ്റോപ്പ് വരും കേട്ടോ. ഫൈനലി ബസ് വന്നിട്ട് നമുക്ക് ഇറക്കാം. തുറക്കും. പുത്തമ്പാറ അപ്പം ഫൈനൽ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതെന്ന് പറയുമ്പോൾ 20 കേട്ടോ. ഗൈസ് അപ്പോൾ ഇത് നമ്മളെ സ്ഥലമുണ്ട് കേട്ടോ. നമ്മുടെ സ്ഥലം എന്ന് പറയുമ്പോൾ ആനപ്പട്ടി എന്ന് പറയും. അപ്പോൾ ഇത് ഇവിടുത്തെ ഒരു സ്കൂളാണ്, ലേന പബ്ലിക് സ്കൂളാണ്. നമ്മളിവിടെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് കേട്ടോ. CBSE സിസ്റ്റേഴ്സാണ്. ഗൈസ് അപ്പോൾ നമ്മൾ ചുള്ളിമാനൂർ എത്തി കേട്ടോ. ചുള്ളിമാനൂർ ഗൈസ് അപ്പോൾ ആനാട് എത്തിയിട്ടുണ്ട്. ഇനി ഒരു 2 കിലോമീറ്റർ വരുള്ളൂ നമ്മളെ ലൊക്കേഷനത്തേക്ക്. ഗൈസ് ഫൈനലി നമ്മളെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് ഇറങ്ങാനുള്ളത് കേട്ടോ. പുത്തമ്പാലമാണ്, പുത്തമ്പാലം. ഗൈസ് അപ്പോൾ ഫൈനലി ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ബസ്സുണ്ട് കേട്ടോ. ബാങ്കിൽ മേലത്തോട്ട് ബസ്സുണ്ട്. അപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞാൽ വരുള്ളൂ. സമയം എന്ന് പറയണത് 7:30 കേട്ടോ. എന്തായാലും വെയിറ്റ് ചെയ്യാം. ഗൈസ് അപ്പോൾ നമ്മൾ അമ്പലത്തിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കാനുണ്ട്. അവിടെ ബാങ്കിമേല ജംഗ്ഷനിൽ ബസ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് നേരെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലോട്ട്. അപ്പോൾ ഞാൻ മാത്രമല്ല, അമ്മയുണ്ട്, അമ്മൂമ്മയുണ്ട് കേട്ടോ. നമ്മൾ അമ്പലത്തിൽ എത്തി കേട്ടോ. തൊട്ടടുത്തായിരുന്നു, ഒരു 1 കിലോമീറ്റർ ഇല്ല. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ എത്തി കേട്ടോ. സംഭവം എൻ്റെ മൈക്ക് കളഞ്ഞു പോയി, അതാണ് കുഴപ്പം. കോപ്പി റൈറ്റ് ചിലപ്പോൾ അടിക്കും കേട്ടോ. ഇതാണ് കേട്ടോ അമ്പലം.
പൊങ്കാല എന്തുവാണ് കേട്ടോ. പൊങ്കാല എന്തിനാണ്? ഇതാണ് വെടിവെഴുവാൻ്റെ സ്ഥലം കേട്ടോ. ഞാൻ ഇവിടെ നിന്നാണ് വെടി വെച്ചത്. വെടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഗൈസ് നമ്മളിവിടെ പെർമിഷൻ ചോദിച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അല്ലാതെ വീഡിയോ എടുക്കാൻ പറ്റൂല ഇവിടെ കേട്ടോ. അപ്പോൾ അത്യാവശ്യം തിരക്കും കാര്യങ്ങളുണ്ട് കേട്ടോ. അതേപോലെ ഇത് നേർച്ച കോഴിയാണ് കേട്ടോ. ഇവിടെ കോഴിയുണ്ട്, നേർച്ച കോഴിയാണ്. ഗൈസ് നമ്മളെ മൈക്കിൻ്റെ ഇത് കളഞ്ഞു പോയി കേട്ടോ. റിസീവർ കളഞ്ഞു പോയി. അപ്പം മൈക്ക് മാത്രമായി കേട്ടോ. മൈക്ക് മാത്രമേ ഉള്ളൂ, റിസീവർ കളഞ്ഞു പോയി. ഇതിൽ അറ്റാച്ച് ചെയ്ത് വെച്ചിരുന്നു, പക്ഷേ സാധനം പോയി കേട്ടോ. അതിൻ്റെ ഗൈസ് ഇവിടെ ആട്ടുകൂട്ടി കേട്ടോ. നേർച്ചയ്ക്ക് കൊണ്ടുവന്നതിന് ഗൈസ് ഇതാണ് ഇവിടുത്തെ പിന്നെ നേർച്ച കൗണ്ടർ കേട്ടോ. പോസ് ചെയ്തിട്ട് വായിച്ചു നോക്കിയാൽ ഇവിടുത്തെ കുളമാണ് കേട്ടോ. ഇവിടുത്തെ കുളമെന്ന് തോന്നണം കേട്ടോ. അങ്ങോട്ട് പോകും കുളമല്ലേ, ചെറിയൊരു ചിറ പോലെ കെട്ടി വെച്ചിരുന്നു കേട്ടോ. ചെറിയൊരു ചിറ പോലെ കെട്ടി വെച്ചിരുന്നു. ഇവിടുത്തെ അന്നദാന മണ്ട തോന്നണം. കമ്മിറ്റി ഓഫീസ് പോലെ ഇരിക്കണം കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ എന്തായാലും എൻ്റെ മൈക്കിൻ്റെ റിസീവർ കളഞ്ഞു പോയി. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മൈക്ക് മാത്രമായി, റിസീവർ പോയി. ഇവിടുത്തെ ഹാളാണ് കേട്ടോ, കമ്മിറ്റി ഹാളാണെന്ന് തോന്നുന്നു ഗൈസ്. ഇത് മറ്റേ നമ്മളെ ഇതില്ലേ തൂക്കം നിറച്ച അതിൻ്റെ തൂക്കമാണ്. തൂക്കം കേട്ടോ. ഒരു ചെറിയ ചിറ പോലെ ഉണ്ട് കേട്ടോ. മീനെന്തരൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. കൊക്കിന് സിമെൻറ്റ് കൊക്ക്. ആ മീനുണ്ട് കേട്ടോ. മീനുണ്ട്. ആ അടിപൊളി ഉണ്ടോ. ഏത് ഐറ്റം മീനാണെന്ന് അറിഞ്ഞില്ല. മീനുണ്ട്. പക്ഷെ എന്തായാലും എൻ്റെ മൈക്ക് പോയി കേട്ടോ. ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ, വേറെ പറഞ്ഞിട്ട് കാര്യമില്ല. വേറെ ഒന്നും ചെയ്യാനില്ല ഇനി. പൈസ അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. അത്യാവശ്യം കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സൗണ്ടിന് കുറച്ച് കുറവുണ്ടാകും കേട്ടോ. എല്ലാവരും ക്ഷമിക്കണം. അതാണ് ഇവിടുത്തെ അതിൻ്റെ മണ്ഡപം കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ, എന്നെ പറ്റി അറിഞ്ഞു.
അത്യാവശ്യം തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് കേട്ടോ നല്ലപോലെ. എന്നാലും എൻ്റെ മൈക്കിൻ്റെ റിസീവർ കളഞ്ഞാൽ എനിക്ക് വിഷമം. ആ കുഴപ്പമില്ല, നമുക്ക് അടുത്ത് വാങ്ങിക്കാം. ഈ ഭാഗത്തും ഉണ്ട് കേട്ടോ അത്യാവശ്യം. അറ്റം വരെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ നേർച്ചയിലെ ബോർഡ് കാണിച്ചു തരാം കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഊഹം വരുമല്ലോ. വേണ്ട, ഇതാണ് ഇതിൻ്റെ നേർച്ച ബോർഡ്. പോസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. ചെറിയൊരു ബോർഡൊക്കെ ഉണ്ട് കേട്ടോ. ഫൈനലി തൊഴിലെല്ലാം കഴിഞ്ഞ് നേർച്ചയെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നേരെ ഓട്ടോ സ്റ്റാൻഡിലോട്ട് പോവുകയാണ്. ഓട്ടോ സ്റ്റാൻഡിലില്ല, അവിടെ ജംഗ്ഷനിൽ പോകണം. ജംഗ്ഷനിൽ നിന്ന് ബസ്സുണ്ട് കേട്ടോ. ഗൈസപ്പോൾ തിരിച്ചു പോവാൻ കേട്ടോ. ഓട്ടോ എടുത്ത് നേരെ ബസ് സ്റ്റോപ്പിലോട്ട് പോകാം. ആ നിർത്തി ആ ഇവിടെ നിർത്തി ഒതുക്കി നിർത്തി. ഞാൻ വിളിച്ചിട്ട് വരാം. അങ്ങോട്ട് അപ്പുറത്തേക്ക് ഗൈസപ്പോൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്നു കേട്ടോ. ഇനി പുത്തമ്പാലത്ത് ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ ഇതിനെ ബസ് കയറി പോകണം. സ്ട്രൈറ്റ് ബസ്സില്ല നമുക്ക്. പുല്ലമ്പാറ ഗൈസ്. അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ റിസീവർ പോയി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തിയിട്ടുണ്ട്. അമ്മമ്മ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി വല്ലതും കഴിക്കണം. കഴിച്ച് ഉച്ചയാവാറായി. സമയം ഇപ്പം എത്രയായി? 11:55. 10:55. ഇനി വല്ലതും കഴിക്കട്ടെ കേട്ടോ. രാവിലെ പോയതാണ്, 5 മണിക്ക് എണീച്ചാണ്. വല്ലതും കഴിക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.